അപ്പോൾ അതാ നല്ല ഉറക്കമൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണിച്ചിട്ടുണ്ട് കേട്ടോ. ഇക്ക പോകാൻ നേരത്തെ എണിച്ചാണ്. ഏകദേശം സമയം ഇപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ. നിച്ചുകൂടനെ സ്കൂളിൽ ഇടണമല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എണിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ ഇക്ക പോയി കഴിയുമ്പോൾ ശനി ഞായർ പഠിത്തമില്ലാത്ത ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ഇക്ക പോയി കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ കിടന്ന് ഉറങ്ങും കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് ഉറങ്ങലും കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ നമ്മുടെ നിച്ചുകുട്ടനെ അവിടെ കിടന്ന് ഉറങ്ങട്ടെ, നമുക്ക് കുറച്ച് പണികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി എനിക്ക് നേരെ പോയി ഒന്ന് മേല് കഴുകണം. മേല് കഴുകിയിട്ട് അടുക്കളയിൽ കയറാം നമുക്ക്. അപ്പോൾ അതാ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ റൂമിലാണ്, ഇവിടെ അൽമാരിയിലാണ്. അപ്പോൾ ഇനി നമുക്ക് ഓടിപ്പോയി മേലൊക്കെ കഴുകിയിട്ട് നമ്മൾ പണികളിലേക്ക് പോകാം കേട്ടോ. ഹായ് ഗായ്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ദാ ഇന്നൊരു മോർണിംഗ് റൊട്ടീൻ്റെ വീഡിയോ ആണ് കേട്ടോ. നിച്ചുകുട്ടന് സ്കൂളിൽ പഠിത്തമുള്ള ദിവസത്തെ ഒരു മോർണിംഗ് റൊട്ടീൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ദാ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മൾ നമ്മുടെ അടുക്കളയിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് പണി തുടങ്ങാം നമുക്ക്, അല്ലേ? രാവിലെ തന്നെ അടുക്കളയിൽ കയറും. എന്നും നമുക്കിത് സ്ഥിരമാകുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു മടുപ്പാവില്ലേ? പക്ഷെ അങ്ങനെ മടുപ്പൊന്നുമില്ല, നമ്മൾ തന്നെ ചെയ്യണമല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് തന്നെ മടുപ്പ് തോന്നിയിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ രാത്രി എല്ലാം കഴുകി സെറ്റാക്കി വെച്ചിട്ടാണ് കിടക്കുക. ഞാൻ രാത്രി ഒന്നും കഴുകി എല്ലാം കഴുകി പറക്കി എല്ലാം തുടച്ചിട്ടിട്ടാണ് കിടക്കോളും. അല്ലെങ്കിൽ നേരം വെളുത്ത് എണിച്ച് കഴിഞ്ഞാൽ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കണതായിരിക്കും. കാരണം നമുക്കിങ്ങനെ അങ്ങനെ അലിഞ്ഞ് തിരിഞ്ഞ് കിടക്കണ കാണുമ്പോൾ തന്നെ നമുക്കൊരു മടുപ്പാണല്ലോ. അപ്പോൾ രാവിലെ തന്നെ നിച്ചുകുട്ടനെ കൊണ്ടുപോകാനുള്ള കറിക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കൈ ചെറുതായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ട്. ആഹാ, നല്ല ശുഭലക്ഷണമല്ലേ? അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇക്കാനോട് പറയുമ്പോൾ ഇക്ക പറയും സൂക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പം അതുകൊണ്ട് ഞാൻ പറയത്തില്ല. നമ്മൾ എന്തിനു നമ്മുടെ കൈയും മുറിയണം ചീത്തയും കേൾക്കണം എന്ന് പറഞ്ഞാൽ വേണ്ടാലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അപ്പം പറയാറില്ല കേട്ടോ അത് അധികം. പക്ഷെ എന്നാലും പുള്ളി വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അല്ലെങ്കിലും പുള്ളിക്ക് അറിയാം എൻ്റെ കൈയോടെ മുറിഞ്ഞിരിക്കുകയാണെങ്കിൽ പുള്ളിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ അതൊക്കെ അരിഞ്ഞു വെച്ച് അതിന് ശേഷം നമുക്ക് ആദ്യം പോയി മിറ്റടിക്കാൻ ഇറങ്ങിയപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പി ഇവിടെ വന്നിട്ടുണ്ട്. കുഞ്ഞാപ്പി ഞാൻ എന്തെങ്കിലും കൊടുക്കുമെന്ന് വിചാരിച്ചുള്ള പ്രതീക്ഷയിലൂടെ വന്നതാണ്. പക്ഷേ രാവിലെ തന്നെ ഇറങ്ങിയല്ലേ ഉള്ളൂ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യട്ടെ. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാമല്ലോ, അല്ലേ? അപ്പോൾ അങ്ങനെ രാവിലത്തെ മിറ്റടി കാര്യങ്ങളൊക്കെ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഈ മിറ്റടിച്ചില്ലെങ്കിൽ പിന്നെ നിച്ചുക്കുട്ടിനെ കൊണ്ടുവന്ന് വിട്ടിട്ട് വരുമ്പോഴാണ് എനിക്ക് മിറ്റടി നടക്കുള്ളൂ. അതുകൊണ്ട് കഴിവതും ഞാൻ നേരത്തെ തന്നെ മിറ്റടിച്ച് ഇടാൻ നോക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ടാസ്ക് പിടിച്ച പരിപാടിയാണ് കേട്ടോ മിറ്റടിയിൽ. കാരണം മിറ്റടിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിറ്റലിട്ടേക്കണതുകൊണ്ട് ഈ അടിച്ചിട്ടുണ്ടെങ്കിൽ നീങ്ങാൻ ഭയങ്കര പാടാണ് കേട്ടോ. അങ്ങനെ ബാക്ക് വശത്തെ മിറ്റൊക്കെ അടിച്ചൊന്ന് കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ടിലത്തെ മിറ്റടിക്കാൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതങ്ങോട്ട് അടിച്ച് ക്ലിയർ ആക്കിയിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറിപ്പോയി പണികളിലേക്ക് ഇടങ്ങാൻ. ഈ രാവിലെ തന്നെ മിറ്റടിച്ചില്ലേ ഭയങ്കര തരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും രാവിലെ തന്നെ മേലേക്കിട്ടാണോ മിറ്റടിക്കണം, മിറ്റടിച്ചിട്ട് മേലേക്ക് പോരുകയാണ്, അല്ലേ? പക്ഷെ ഞാൻ മിക്ക ദിവസവും രാവിലെ മേലേക്കിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ കയറുള്ളൂ. അപ്പോൾ നമുക്കൊരു ഉഷാറുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഈ ഉറക്കച്ചടവും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. രാവിലെ തന്നെ എണിച്ചിട്ട് ഇന്നിപ്പോൾ ഞാൻ തല നനച്ചില്ലായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ തല നനയ്ക്കുന്ന ദിവസമല്ല, ഞാൻ 1-2 ദിവസങ്ങളിലാണ് കേട്ടോ തല നനയ്ക്കത്തുള്ളൂ. കാരണം എനിക്ക് ജലദോഷം പനിയൊക്കെയാണ്. അപ്പോൾ മേലേയും കഴുകിയിട്ടുണ്ട്. ചിലപ്പോൾ ഇനി ഒന്ന് ഉച്ചയ്ക്ക് ആകുമ്പോൾ പണിയെല്ലാം കഴിഞ്ഞുമ്പോൾ ചിലപ്പോൾ ഒന്നുകൂടെ മേലേക്ക് ഒന്ന് കഴുകും. അപ്പോൾ അങ്ങനെ മിറ്റടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അകത്തേക്ക് കയറി പോകണം. അപ്പോൾ നമ്മുടെ കറിവേപ്പിലേക്ക് ഇവിടെ സെറ്റായിട്ട് തന്നെയാണ് കേട്ടോ. ഇന്നാളിതുപോലെ ഇങ്ങനെ വന്നതായിരുന്നു, പക്ഷെ തുടങ്ങിപ്പോയി. എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. ഇനി നമുക്ക് അകത്തേക്ക് കയറി പോകണം. അകത്തേക്ക് കയറി പോകണതിൻ്റെ ഇപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പി ചിലപ്പോൾ നമ്മുടെ കൂടെ വന്നൊന്നേക്ക് ഇരിക്കും. വന്നോട്ടെ, കുഴപ്പമില്ല. വന്നിട്ട് ഇതേ നമ്മുടെ കുഞ്ഞുപെണ്ണോട് വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും രാവിലെ തന്നെ ഹാജരായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടേതായ പണികളിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ അവിയലിനുള്ള സാധനങ്ങളൊന്നുമില്ല. കോവയ്ക്ക, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, ഏത്തക്കായ, ഒരു ക്യാരറ്റും, ഇത്രയും സാധനങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് നമുക്കൊരു തട്ടിക്കൂട്ട് അവിയലുണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഇരുന്നത്. കാരണം ഒരു തട്ടിക്കൂട്ട് അവിയലുണ്ടാക്കാൻ അതൊക്കെ മതിയല്ലോ. ഞാൻ സാമ്പാറിനാണെങ്കിലും അവിയലിനാണെങ്കിലും അധികം കഷ്ണങ്ങൾ കാര്യങ്ങളൊന്നും ഞാൻ എടുക്കാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവിയലിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലെ തന്നെ മറ്റേ ഈ അവിയലിനെ അരിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പുട്ടിന് പൊടി നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കടല ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കടല വേവിക്കാൻ വെച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് പോയത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ചീഞ്ചട്ടിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് കത്തിച്ചില്ല എന്ന് വിചാരിച്ച് വീണ്ടും ഗ്യാസ് കത്തിക്കാൻ പോണേണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഗ്യാസേയും കത്തിച്ച് ഒരു ലോ ഫ്ലെയിം അല്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഇനി നമ്മളതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അവനെ അങ്ങോട്ട് അടിച്ചങ്ങോട്ട് മൂടി വെച്ച് കൊടുത്തേക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ അവിടെ ഇരുന്ന് സെറ്റായിക്കോളും. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള പണികളെല്ലാം കഴിച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ മോരുകറി വെക്കാനാണ് വിചാരിച്ചുകൊണ്ടിരിക്കണം. മോരുകറി ഞാൻ ഇതിൻ്റെ അകത്ത് വേവിക്കാം. മോരുകറിക്കുള്ള ഏത്തക്ക ഇല്ലേ, ഏത്തക്ക ഞാൻ അതിൽ വേവിച്ച് വെച്ചേക്കണയാണ് കേട്ടോ. അതിൻ്റെ വീഡിയോസ് എൻ്റെ നിന്ന് സത്യം പറഞ്ഞാൽ സ്കിപ്പായി പോയതാണ് കേട്ടോ. എൻ്റെ നിന്ന് എങ്ങനെയോ ഡിലീറ്റായി പോയതേക്കുന്നതാണ്. ഈ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുമല്ലോ. അങ്ങനെ
ഡിലീറ്റ് ആയി പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പല്ല, കടലയും ഉരുളക്കിഴങ്ങും, കുറച്ച് കടല, വെള്ളക്കടല ഉണ്ടല്ലോ, കുറച്ച് വെള്ളക്കടല, 2 ഉരുളക്കിഴങ്ങും നമ്മൾ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തേക്കണേയാണ് കേട്ടോ. ഉപ്പൊന്നും ഇട്ടിട്ടില്ല. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല എന്ന് തോന്നണേ. മഞ്ഞപ്പൊടി ഇടാണ് നമ്മൾ ഈ കടലക്കറിക്കും കടല തോരൻ വയ്ക്കാനും കരിക്കാനും വേവിക്കത്തില്ല. അതിൻ്റെ ഒപ്പം 2 ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പുട്ടിന് പൊടി നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ നല്ലോണം ഒന്ന് സെറ്റാക്കണം. നമ്മൾ കേക്കയുടെ പുട്ടുപൊടിയാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമുക്ക് നമ്മുടെ പുട്ടൊക്കെ സെറ്റാക്കി നമുക്ക് ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറ്റിപ്പുട്ടാണ് ഉണ്ടാക്കണം. ചില ദിവസങ്ങളിൽ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കണം. നമ്മുടെ കുക്കറിൻ്റെ മുകളിൽ ഇങ്ങനെ ചിരട്ടപ്പുട്ടിൻ്റെ ഇതൊക്കെ വെച്ച് അവിയിറ്റില്ലേ, അതാണ് ഉണ്ടാക്കണം. അപ്പോൾ ഇടയ്ക്ക് അവിയലിൻ്റെ കാര്യങ്ങളൊക്കെ തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അധികം വെള്ളം ഒഴിച്ചല്ല ഞാൻ വേവിക്കണം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ കിടന്ന് വെന്തോളൂ. അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ പുട്ടൊക്കെ ഇവിടെ വെന്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ 2 കഷ്ണം പുട്ട്, ഒറ്റ കുറ്റി പുട്ട് മതി കേട്ടോ. 1 കഷ്ണം എനിക്കും 1 കഷ്ണം നിച്ചുകൂട്ടിനും. ഇത് തന്നെ ഞങ്ങൾക്ക് ധാരാളം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കുള്ള പുട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ മാറ്റി വയ്ക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മച്ചി വിളിക്കുന്നുണ്ട്. ഉമ്മച്ചി ഞാൻ രാവിലെ തന്നെ ഒന്ന് വിളിച്ച് വർത്താനം പറയുന്നുണ്ട്. അത് രാവിലെ വാപ്പിച്ച് ഉമ്മച്ചിക്ക് ഒന്ന് വിളിക്കൂട്ടെ, രാവിലെ തന്നെ ഒന്ന് വിളിച്ച് സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അതിലേക്ക് പിന്നെ അവിയലിനുള്ള അരപ്പ് കാര്യങ്ങളൊക്കെ എൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല. തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ഒരു അല്ലി വെളുത്തുള്ളി, അതുപോലെ 2 ചുവന്നുള്ളി, 2 പച്ചമുളക്, 2-3 ഇതിൽ കറിവേപ്പില, കുറച്ച് നല്ല ജീരകം, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി എടുത്തേനെ കേട്ടോ. മിക്സിയിൽ വെച്ചൊന്ന് ഒതുക്കി എടുത്തേക്കണെയാണ്. അരയ്ക്കേണ്ട ഒരുപാട്. അതങ്ങനെ എൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അത് മറ്റേ അവിയലിന് എൻ്റെ അകത്ത് കുറച്ച് വെള്ളോടെയും വലിയാനുണ്ട്. അതാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കാത്തത്. അത് കഴിഞ്ഞിട്ട് നമുക്കത് കറിവേപ്പിലയും ഇട്ട് കൊടുത്താണ്ട് കേട്ടോ അതിലേക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്കത് കടലക്കറിക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. അപ്പോൾ അതൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് സവാളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പോടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇച്ചുകുട്ടനെ 2-3 പ്രാവശ്യം പോയി വിളിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളൊരു 7 മണിക്ക് അവനെ വിളി തുടങ്ങിയാലാണ് അവൻ 8 മണി 8:15 ആകുമ്പോഴത്തേക്കും എണിക്കുള്ളൂ അവനക്ക്. കാരണം 9:30 അവനക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം സ്കൂളിൽ പോകണമെങ്കിൽ. അതിന് വേണ്ടിയിട്ട് ഭയങ്കര മടിയനാണ് കേട്ടോ. അന്ന് പഠിത്തമില്ലാത്ത ദിവസം രാവിലെ തന്നെ എണിക്കുകയും ചെയ്യും. അപ്പോൾ അതങ്ങനെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കണേ. ഇനി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അടിപൊളി കടലക്കറിയാണ്. നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റ് ഉണ്ടോ. വെള്ളക്കടല എനിക്ക് നേരത്തെ അത്ര ഇഷ്ടമൊന്നുമല്ലായിരുന്നു. ഇപ്പം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയ പിന്നെയാണ് കേട്ടോ എനിക്ക് കുറച്ചുകൂടെയും ഇഷ്ടമാവാനൊക്കെ തുടങ്ങിയത്. നേരത്തെ സാധാ കടലക്കറി വെക്കണ പോലെ ആയിരുന്നു ഞാൻ വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഇതുപോലെ വെച്ച പിന്നെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതാ സവാളയൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. നമ്മൾ പ്രത്യേകിച്ച് കടലക്കറിയുടെ റെസിപ്പി ആയിട്ട് അങ്ങനെയൊന്നും കാണിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒന്നും അരിഞ്ഞു വെക്കാണ്ടിരുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ എടുക്കേണ്ടി മാത്രമാണ് നേരത്തെ അരിഞ്ഞ് സെറ്റാക്കി വയ്ക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ തക്കാളിയോട് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അങ്ങനെ വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ അവിയലിലെ വെള്ളവും കാര്യങ്ങളൊക്കെയാണ് വലിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ അതോടെ ഒന്ന് ഇളക്കി കൊടുത്തേക്കാം. അതങ്ങനെ ഇളക്കി കൊടുത്താൽ അതിൽ വെള്ളമൊക്കെ വലിഞ്ഞാൽ നല്ല അരപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റായിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാൻ കടലക്കറിയുടെ ഇത് ഇളക്കിയ കയ്യിലും കൊണ്ട് തന്നെയാണ് കേട്ടോ അത് ഇളക്കണത്. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കണം. എന്നിട്ട് നമുക്ക് ഇനി വേറെ കയ്യിലെടുക്കാൻ പോകാം. അപ്പോൾ രാവിലത്തെ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയ്ക്കൊക്കെ അങ്ങനത്തെ ഓരോ മണ്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ കടലക്കറിയുടെ സവാളയൊക്കെ വേണ്ടി ഒന്ന് തുടങ്ങാം. അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ കത്തിപ്പോവും. അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. നിങ്ങളതുപോലെ ചെയ്യാൻ. ഞാൻ എൻ്റെ അകത്ത് മൂടി വെച്ചൊന്നും വേവിക്കുന്നൊന്നുമില്ല കേട്ടോ. മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയും. അപ്പോൾ ഞാൻ മൂടി വെച്ച് വേവിക്കാമല്ലോ എന്നുള്ള രീതിയിൽ പെട്ടെന്നൊന്ന് വൈൻഡ് ഇട്ടിട്ട് എന്നുള്ള രീതിയിലൊന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കടലക്കറിക്കുള്ള സവാള സെറ്റായിക്കൊണ്ടിരിക്കണോ, അതുപോലെ തന്നെ നമ്മുടെ അവിയൽ സെറ്റായിക്കൊണ്ടിരിക്കണോ. അവിയലിൽ കുറച്ച് തൈര് ഞാൻ ഒഴിച്ചെടുക്കേണ്ട, പുളിക്ക് മാത്രം ആവശ്യമായ തൈര്. ഞാനിവിടെ ഇങ്ങനത്തെ പാലൊക്കെ മേടിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒഴിച്ച് വയ്ക്കും കേട്ടോ. ഇവിടെ തൈരിനോട് ഇച്ചിരി പ്രിയം കൂടുതലാണ് എനിക്കും നിച്ചുക്കുട്ടനും എല്ലാവർക്കും. അങ്ങനെ അധികം തൈര് കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. കാരണം ഇക്കൊക്കെ അലർജിയുടെ വിഷയമുള്ളതുകൊണ്ട് പെട്ടെന്ന് നീർക്കിട്ടേറും. അതുകൊണ്ട് അങ്ങനെ അധികം വയ്ക്കാറൊന്നുമില്ല. അന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ എൻ്റെ നിന്ന് കൈയിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ തൈരൊക്കെ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അത്യാവശ്യം ചെറിയ പുളിയുള്ള തൈര് തന്നെയാണ് കേട്ടോ. കാരണം തക്കാളി കാര്യങ്ങൾ ഇതിന് നമ്മൾ പുളിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് കുറച്ച് തൈരോട് ഒഴിച്ചെടുത്ത് ഇളക്കി തട്ടിപ്പൊത്തി വയ്ക്കുക. അപ്പോൾ ഉപ്പ് കാര്യങ്ങളൊക്കെ സെറ്റാണോ നോക്കുക. വീണ്ടും ഞാൻ കയ്യിൽ മാറ്റിപ്പോയിട്ടുണ്ട്. അതിങ്ങനെ രാവിലത്തെ തിരക്കിൻ്റെ ഇടയ്ക്ക് ഓരോരോ പാളിച്ചകൾ പറ്റുമല്ലോ. അതിപ്പോൾ നിങ്ങൾക്കാണെങ്കിലും അങ്ങനെയാണല്ലോ. എന്നിട്ട് ഞാൻ ആ കയ്യിൽ പോയി കഴുകിക്കൊണ്ട് വന്ന് വീണ്ടും കടലക്കറിയുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കണേ കേട്ടോ. അപ്പോൾ സവാളയ്ക്ക് അത്യാവശ്യം വേണ്ടി വന്നപ്പോൾ ഞാൻ അപ്പുറം ഇരുന്ന്
വെളുത്തുള്ളി ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചിയില്ല, ഇഞ്ചി തീർന്നു പോയായിരുന്നു. അപ്പോൾ അതാ വെളുത്തുള്ളി ചതച്ച് കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. അത്രയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നമുക്ക് മിക്സിയിൽ വെറുതെ അടിക്കണ്ടല്ലോ. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഇടിക്കല്ലുണ്ടല്ലോ അതിലൊന്ന് ചതച്ചെടുത്താൽ മതി. വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ കേട്ടോ, ഇഞ്ചിയില്ല. ഇഞ്ചി തീർന്ന കാര്യം ഞാൻ പറയാൻ മറന്നു പോയതാണ് കേട്ടോ. അങ്ങനെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് സെറ്റായി അതിൻ്റെ പച്ചമണയൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇനി കടലക്കറിക്ക് ആവശ്യമായ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഇത്രയും സാധനങ്ങൾ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ അവിയലിളക്കൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇനി സെറ്റാക്കി വെച്ചാൽ മസാലയിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചാൽ കടലയും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചൂറ്റുണ്ട് കേട്ടോ, കാരണം നമുക്ക് കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം എന്നാലാണ്ട് നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഊറ്റുള്ളൂ. അങ്ങനെ പേസ്റ്റാക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് ഒത്തിരി കൊഴുപ്പ് നിങ്ങൾക്ക് നല്ല കുറുകിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ലോണം ഇതാക്കിയിട്ട് ഒഴിക്കുക, നല്ലോണം പേസ്റ്റാക്കിയിട്ട് ഒഴിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കേട്ടോ, കാരണം ഉരുളക്കിഴങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ അതിൽ കൂടുതലും ഉരുളക്കിഴങ്ങാണ് കേട്ടോ പറക്കിയെടുത്തത്. അങ്ങനെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തിളപ്പിക്കുക, നമ്മുടെ ഗ്യാസ് ഓഫാക്കുക, അത്രയുള്ള പണിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കടലക്കറിയൊക്കെ അങ്ങനെ അവിടെ സെറ്റായിട്ടിരിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കറിവേപ്പിലയോട് ഇട്ട് കൊടുത്താൽ നമ്മുടെ കടലക്കറി അങ്ങനെ സെറ്റായിട്ടുണ്ട്. ലാസ്റ്റ് ഉപ്പോടി ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നമ്മൾ കടല വേവിച്ചപ്പോൾ ഉപ്പിട്ടേണ്ടായിരുന്നില്ല, അതുകൊണ്ട് കടല വെന്ത് കഴിഞ്ഞ് കറി സെറ്റായിപ്പിച്ച് ഉപ്പോടി ഇട്ട് കൊടുത്ത് 2 തിളപ്പിക്കുക, ഓഫാക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് അവിയൽ സെറ്റായിപ്പിച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്ത് അതും സെറ്റാക്കിയാണ് നമ്മുടെ കടലക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പോയി നിച്ചുകുട്ടനെ വിളിക്കാം. ഇപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ പോയി വിളിച്ചു. അപ്പോൾ അവൻ ഇവിടെ കിടക്കുന്നത് നിങ്ങൾ കണ്ടോ കേട്ടോ. അപ്പോൾ ആ ലാസ്റ്റത്തെ വിളിയാണ് കേട്ടോ. ഇതിലവൻ എണിച്ചിരിക്കും, എണിച്ചില്ലെങ്കിൽ ഞാൻ എണിപ്പിച്ചിരിക്കും കേട്ടോ. അപ്പോൾ അത് ആ പുതപ്പ് വയ്ക്കാൻ പുതച്ച് അതിൻ്റെ ഉള്ളിൽ തിങ്ങിക്കൂടി കിടക്കണ്ടായിട്ട് 2 പുതപ്പുണ്ട്. എൻ്റെ ഇക്കാടെ പുതപ്പും അതും എൻ്റെ പിന്നെ ഇക്കാടെയും പിന്നെ അവൻ്റെ പുതപ്പും. ഈ 2 പുതപ്പിൻ്റെ ഉള്ളിലാണ് കേട്ടോ അവൻ കയറി കിടക്കണേ. അപ്പോൾ അത് ഇവർ 5 മിനിറ്റ് എന്നും പറഞ്ഞ് കിടക്കണേയാണ് കേട്ടോ. ഇപ്പോൾ എത്രാമത്തെ വിളിയാണെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല കേട്ടോ, ഈ 5 മിനിറ്റ് പറച്ചിൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഇനി എന്താണ് നമുക്കിങ്ങനെ കിടത്തിയിട്ട് കാര്യമില്ല, വിളിച്ച് പൊക്കാം കേട്ടോ. ഇനി അവൻ്റെ ഒരു ഇതാണ്ടോ ദേഷ്യമാണ് കേട്ടോ, അങ്ങനെ ഓർക്കത്തിൽ നിന്ന് വിളിച്ചെണിപ്പിക്കണേന് അവനക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നിച്ചുകുട്ടനേക്ക് അങ്ങനെ എണിച്ചു വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഇട്ടേക്ക് ഇച്ചിരി ഒരു ഇതായിരിക്കും, ഇച്ചിരി ഒരു ഇതായിരിക്കും കേട്ടോ അവനക്ക്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല സ്വഭാവം നല്ല മൂഡിലേക്ക് വരാൻ കുറച്ച് സമയം പിടിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം പണികളൊക്കെ നമ്മൾ ഒതുങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിരുന്നതാണ് കേട്ടോ. ഈ കൈയോടെ തന്നെ അവിടെ തുടച്ച് ക്ലീൻ ചെയ്തിട്ടില്ലേ പിന്നെ എനിക്ക് നിച്ചുകുട്ടൻ പോയി കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഞാൻ ക്ലീൻ ചെയ്യണം. അപ്പോൾ പിന്നെ മടിയാവും, പിന്നെ ഒത്തിരി നീണ്ടു പോകും സമയങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ അവിടെ തന്നെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്കെല്ലാം തുടച്ച് വർക്കിയിടാം. അപ്പോൾ അങ്ങനെ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളെയും കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി പണി കുറഞ്ഞ മട്ടാണ് കേട്ടോ. ഞാൻ അങ്ങനെ എല്ലാം തുടച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിച്ചുകുട്ടനെ എണിച്ചിട്ടുണ്ട്. നിച്ചുകുട്ടൻ അവിടെ എണിച്ചിരിക്കുന്നുണ്ട് കേട്ടോ, സെറ്റിയിലിരിക്കുന്നുണ്ട്. മിക്കവാറും ഞാൻ അവിടെ നിന്ന് പോയി ഒന്നുകൂടെ ഞാൻ കുത്തിപ്പൊക്കേണ്ട വരും. അപ്പോൾ നമുക്ക് ഇവിടേക്ക് കൊണ്ട് തുടച്ചിട്ടിട്ട് പോവുകയാണെങ്കിൽ അത്ര വിഷയം ഉണ്ടാവില്ല, അവൻ ഹാപ്പി ആയിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിച്ചുകുട്ടാന്ന് വിളിക്കേണ്ടെന്നുണ്ട് കേട്ടോ. അവൻ വരാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാണ്, പക്ഷെ അവൻ വരത്തില്ല, കാരണം ഉറക്കച്ചടവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. അപ്പം അങ്ങനെ നമ്മളിതാ എല്ലാം തുടച്ച് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ തൈരാണ് കേട്ടോ അവിടെ ഇരിക്കണം. തൈര് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ മറന്നു പോയതാണ്. ഇനി നമുക്ക് തൈര് നേരെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം. ഇനി അതിൻ്റെ അടുക്ക് നമ്മളവിടെ വേസ്റ്റൊക്കെയും നമ്മൾ തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, പച്ചക്കറിയുടെ വേസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് കൊണ്ടുപോയി കളയണം. അപ്പോൾ അങ്ങനെ വേസ്റ്റേക്കും കൊണ്ടുപോയി കഴിഞ്ഞു വന്നപ്പോൾ നമ്മുടെ നിച്ചുകുട്ടൻ അവിടെ വന്നിരിക്കേണ്ട. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു, കട്ടനാണ് വെച്ചായിരുന്നത്. അപ്പോൾ ആ ചായയും കുടിക്കുകയാണോ. അപ്പോൾ നിച്ചുകുട്ടൻ എൻ്റെ അടുത്ത് വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. ഇനി കുറച്ച് നേരം അവനൊക്കെ പുന്നാരിപ്പിച്ച് അവനൊക്കെ സോപ്പിട്ട് പുന്നാരിപ്പിച്ച് കൊണ്ടുപോയി നടന്നതിന് ശേഷം അവനെ പല്ലിയിപ്പിക്കണം. പല്ലിയൊക്കെ തേപ്പിക്കാൻ പറഞ്ഞ് വിട്ടതിന് ശേഷം ഞാൻ ഇവിടെ മോരുകറി ഇവിടെ താളിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ അരയ്ക്കാത്ത മോരറിയാണ്. എൻ്റെ മിക്ക വീഡിയോയിലും നിങ്ങൾക്ക് അറിയാമല്ലോ, തേങ്ങ അരയ്ക്കാത്ത മോരറിയാണ് കേട്ടോ. ജസ്റ്റ് കായും പച്ചമുളകൊക്കെ ഒന്ന് വേവിച്ചതിന് ശേഷം തൈര് നല്ലോണം ഒന്ന് കലക്കി കുറച്ച് കടുക് പൊട്ടിച്ച് താളിക്ക്, അത്രയേ ഉള്ളൂ. പിന്നെ തലേന്നത്തെ മീൻകറി ഇരിക്കേണ്ട. മീൻകറി നിച്ചുകുട്ടന് വേണ്ട, നിച്ചുകുട്ടൻ മിക്ക ദിവസം മീൻകറിയും കാര്യങ്ങളൊന്നും കൊണ്ടുപോകില്ല. അപ്പോൾ അതുകൊണ്ട് മീൻകറിയൊക്കെ ഞാൻ അവിടെ ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ പാത്രങ്ങൾ കഴുകാനുണ്ട്. നമുക്ക് പാത്രം കാര്യങ്ങളൊക്കെയും കഴുകിയെടുക്കാം. അപ്പോൾ താഴെ ഇരിക്കുന്ന നീല ബേസിനുണ്ടല്ലോ, വലിയ പാത്രം ഉണ്ട്, അതിൻ്റെ അകത്ത് ഞാൻ വിൽക്കാനുള്ള ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി കാര്യങ്ങളൊക്കെയും കൂട്ടിരുന്നതാണ് കേട്ടോ അവിടെ. അപ്പോൾ ഇനി പാത്രങ്ങളൊക്കെയും കഴുകിയെടുക്കാം നമുക്ക്.
പാത്രങ്ങളോടെയും കഴുകൽ കഴിഞ്ഞ് അത്യാവശ്യം എൻ്റെ പണികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. ഇനി നിച്ചുകുട്ടന് ചായയൊക്കെയും വാരി കൊടുക്കണം. അപ്പം നിച്ചുകുട്ടൻ പല്ലിയൊക്കെയാണ്. അപ്പോൾ അതേയും കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴിഞ്ഞ് ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. രാത്രി ഞാൻ അരി ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ, ചോറ് തിളപ്പിച്ച് വയ്ക്കാൻ മറന്നു പോയായിരുന്നു. അതുകൊണ്ട് രാവിലെ ഞാൻ എണിച്ചപ്പോഴാണ് കഞ്ഞിക്ക് വെള്ളം വെച്ച് അരിയിട്ട് അതിന് ശേഷമുണ്ട് ഞാൻ മീൽ കഴുകാനും കാര്യമൊക്കെ കേട്ട് പോയത്. അപ്പോൾ ഇനി നമുക്ക് ചോറ് തിളപ്പിച്ച് ഊറ്റണം. നിച്ചുകൊണ്ട് കൊണ്ടുപോകാനുള്ള ചോറ് കാര്യങ്ങളെല്ലാം തിളപ്പിച്ച് ഊറ്റണം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അടുക്കളയ്ക്ക് അടിച്ച് കളയുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ മേലിൽ നിന്ന് സ്ലാബ് വയ്ക്കാൻ തുടച്ച് താഴേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, നമ്മൾ അടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്കതൊക്കെ ഒന്ന് അടിച്ച് വാരി കളയണം. അപ്പോൾ അടുക്കളയിൽ ഏകദേശം പണിയൊക്കെ ഒതുങ്ങേണ്ടപ്പോഴത്തേക്കും നിച്ചുകുട്ടൻ പല്ല് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് അപ്പുറം ഇത് മറ്റേ നമ്മുടെ ഷെൽഫിൻ്റെ കബോർഡിൻ്റെ ഡോറ് തുറന്നു കൊടുക്കണേ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പം അങ്ങനെ നിച്ചുകുട്ടിനെ കുളിപ്പിക്കാനായിട്ട് കയറിയുണ്ട്. നിച്ചുകുട്ടിനെ കുളിപ്പിച്ചുകൊണ്ട് ഞാൻ കുളിച്ച മാതിരിയാണ്. അവൻ എൻ്റെ മേത്തോടെ വെള്ളവും കാര്യങ്ങളൊക്കെ തിളപ്പിക്കും. ഞാൻ പച്ചവെള്ളത്തിലാണ് കേട്ടോ കുളിപ്പിക്കാറ്. അങ്ങനെ തണുപ്പുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുളിപ്പിക്കണേ. അപ്പോൾ അത് അവനെ കുളിപ്പിക്കുമ്പോൾ നമ്മുടെ മേലും നനയ്ക്കും. അവനിങ്ങനെ വെള്ളത്തിൽ തട്ടി കളഞ്ഞതിന് ശേഷം അവൻ നമ്മളെയും കുളിപ്പിക്കും കേട്ടോ. അപ്പോൾ ഒരു കബോർഡിൻ്റെ വാതിൽ തുറന്നപ്പോൾ അടുത്തത് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിച്ചുകുട്ടനെ തുടയ്ക്കാൻ തോർത്തെടുക്കാൻ മറന്നു പോയായിരുന്നു, അത് എടുത്തുകൊണ്ട് തന്നെയാണ്. അങ്ങനെ നമ്മൾ നിച്ചുകുട്ടനെ കുളിപ്പിച്ച് പൊക്കിയെടുത്ത് കട്ടിലേക്ക് കൊടുന്ന് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അവൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ തേക്കണം. ഇതിപ്പോൾ ഏകദേശം സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോൾ ഒരു 8:30 ആയിട്ടുണ്ടാവും കേട്ടോ സമയം. 8:30 കഴിഞ്ഞാണോ, ഒരു 8:45 ആയിട്ടുണ്ടാവും സമയം. അപ്പോൾ ആ നേരത്താണ്ട് ഞാൻ യൂണിഫോം തേക്കാൻ പോകണം. അല്ലെങ്കിൽ ഞാൻ മിക്ക ദിവസം എനിക്ക് ഒരു പണി കിട്ടാറുണ്ട്, ഞാൻ സമയമാവാൻ നോക്കിയിരിക്കും യൂണിഫോം തേക്കാൻ. അപ്പോൾ കറണ്ടും പോകാറുണ്ട്. അതുകൊണ്ട് ചില ദിവസങ്ങളിലേക്ക് ഞാൻ തലേന്ന് തേച്ച് വയ്ക്കും, അല്ലെങ്കിൽ രാവിലെ എണീക്കുന്ന വഴിക്ക് തന്നെ തേച്ച് വയ്ക്കാറാണ് പതിവ്. ഇന്ന് സമയം കിട്ടില്ല, നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണോണ്ട് നമുക്ക് സമയം കിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ തേച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിച്ചുകുട്ടനെ യൂണിഫോമൊക്കെ ഇടിച്ച് റെഡിയാക്കിയതിന് ശേഷം അവനക്ക് പുട്ട് വാരി കൊടുക്കണം. അങ്ങനെ വാരി കൊടുക്കാറുണ്ട് ഞാൻ പതിവ്. സ്കൂളിൽ പോകുന്ന സമയത്ത് മിക്ക ദിവസങ്ങളിലും അങ്ങനെ വാരി കൊടുക്കാറാണ് പതിവ്. കാരണം അവൻ തന്നെ തിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫുള്ള് കഴിക്കത്തില്ല, കുറച്ച് കഴിച്ചിട്ട് മതിയെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ കുറച്ച് നേരം ഫോണും കൊടുത്ത് നമ്മളങ്ങനെ വാരി കൊടുക്കുവാണെങ്കിൽ അവൻ കഴിച്ചോളൂ കേട്ടോ. കാരണം ഉച്ചയ്ക്ക് ലഞ്ചിക്കും കൊടുത്തു പറഞ്ഞാൽ പകുതി ഒന്നും കഴിക്കുന്നില്ല കേട്ടോ, പകുതി കൊണ്ടുപോയി കളയാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഞാൻ കുറച്ചധികം കൊടുത്ത് വിടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതുമെല്ലാം ഫുള്ള് കഴിക്കാറുമില്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് വയറിറച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വയറിറച്ച് കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു സമാധാനമാണല്ലോ അല്ലേ. അപ്പോൾ ലോലോന്നൊക്കെ അപ്പോൾ അങ്ങനെ നിച്ചുകുട്ടന് ഫുഡൊക്കെ വാരി കൊടുത്തിട്ട് ഇനി നമുക്ക് ലഞ്ച് ബോക്സ് കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട്. അപ്പോൾ ഞാനവിടെ ചായ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ചായ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അവൻ നിച്ചുകുട്ടനടുത്ത് കുടിക്കുന്നുണ്ട്. ചിലപ്പോൾ അവിടെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മറിക്കും, അതുകൊണ്ടാണ് ഞാൻ അവിടെ വച്ചേക്കുന്നത്. അപ്പോൾ നിച്ചുകുട്ടന് ഫുഡ് കാര്യങ്ങളെല്ലാം വാരി കൊടുത്തതിന് ശേഷം നമ്മുടെ ലഞ്ച് ബോക്സ് കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ കേട്ടോ. ഇനി അപ്പോൾ അങ്ങനെ ചോറുകളൊക്കെ ഇട്ട് കൊടുത്ത് മോരേറി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിയൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിയൽ കുറച്ചധികം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവൻ്റെ ഫ്രണ്ട്സിന് കാര്യങ്ങളൊക്കെയും കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോട്ടെ എന്നുള്ള രീതിയിൽ അവിയലും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊഴുവ ഫ്രൈയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സിലേക്കുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. ഇനി അതൊക്കെ അങ്ങോട്ട് സെറ്റാക്കി വെച്ച് നമുക്ക് നമുക്ക് അവിടെ ലഞ്ച് ബോക്സ് പൊതിനെ ടവലിൽ നല്ലോണം പൊതിഞ്ഞ് കെട്ടി സെറ്റാക്കി ഞാൻ അവൻ്റെ ബാഗിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ടൈം ടേബിൾ കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ തലേന്ന് തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഞാനല്ല അവനെ കൊണ്ട് എടുത്ത് വപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വീടൊക്കെ പൂട്ടിക്കൊണ്ട് ഇറങ്ങുകയാണ്. ഇനി നിച്ചുകുട്ടനെ നേരെ സ്കൂളിൽ കൊണ്ടുപോയി വിടണം. ഇനി സ്കൂളിൽ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞാലൊരു പണിയാണ്. ഇനി നമുക്ക് തന്നെ സ്കൂളിൽ കൊണ്ടുപോയി വിടാം കേട്ടോ. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വണ്ടിയൊക്കെ വരുമ്പോൾ ഒത്തിരി താമസിക്കും. അതുപോലെ തന്നെ വൈകുന്നേരം വണ്ടി വരുമ്പോഴും താമസിക്കും. അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോയി വിടുന്നത്. കാരണം മദ്രസയിൽ പോകണതുകൊണ്ട് പിന്നെ ഒട്ടും സമയം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നിച്ചുകുട്ടനെ കൊണ്ടുപോയി വിട്ടതിന് ശേഷം വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മെയിൻ പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒതുക്കി പറയണം. പിന്നെ എനിക്ക് ചായ കുടിക്കണം. ഞാൻ ചായ കുടിച്ചിട്ടില്ല. ഞാൻ അവനെ കൊണ്ടുവന്ന് വിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ചായ കുടിക്കുകയുള്ളൂ. ഇക്ക ഉണ്ടെങ്കിൽ ഇക്ക ചീത്ത പറയണ കാരണം ചിലപ്പോൾ അവൻ പോണതിന് മുമ്പ് ചായ കുടിക്കും. അത് ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ചായ കുടിക്കും കേട്ടോ. അങ്ങനെ വിശക്കോ കാര്യങ്ങളും ചെയ്യേണ്ടി മാത്രം ചായ കുടിക്കും. അപ്പോൾ നമ്മുടെ പെരയും കാര്യങ്ങളൊക്കെ നല്ല സെറ്റായി കിടക്കുന്നുണ്ട് കേട്ടോ. എല്ലാം അലങ്കോലമായി കിടക്കുന്നുണ്ട്. അപ്പോൾ കട്ടിലെ തോർത്തുണ്ട് കാര്യങ്ങൾ നിച്ചുകുട്ടൻ കുളിച്ചതിൻ്റെ തോർത്തുണ്ട് കാര്യങ്ങളൊക്കെയും കിടക്കുന്നുണ്ട്. ഇനി അതൊക്കെ എടുത്തൊന്ന് മാറ്റി എല്ലാം മടക്കി സെറ്റാക്കി വെക്കണം. നമ്മുടെ കുഞ്ഞു റൂം അങ്ങനെ കൊളാവാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അങ്ങനെ അധികം ആരും കിടക്കാറില്ല. ഞാൻ പകൽ അങ്ങനെ കുറച്ച് നേരമെങ്കിലും പോയി കിടന്നാൽ അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബെഡ് കാര്യങ്ങളെല്ലാം വിരിച്ചിട്ടിട്ട് പുതപ്പ് കാര്യങ്ങളെല്ലാം അവിടെ മടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിച്ചുകുട്ടൻ വന്ന് കഴിയുമ്പോൾ ഇതെല്ലാം കൊളാക്കി കളയും കേട്ടോ. അവനെടുത്ത് കുളിച്ച് വന്ന് കഴിയുമ്പോൾ മേലെ ചെയ്യുമല്ലോ. മേലെ ഇട്ട് വന്നതിന് ശേഷം അവനൊരു കാര്യം ചെയ്യും, ആ പുതപ്പിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ചുരുണ്ടോടും. അതാണ് അവൻ്റെ പരിപാടി. അപ്പോൾ സമയം 9:50 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 9:45 കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കണ്ണാടിയിൽ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇങ്ങനെ തന്നെയാണ് ഇരിക്കുള്ളൂ. ഞാൻ എന്തോരം തുടച്ചാലും അത് അങ്ങനെയൊക്കെ തന്നെയാണ് ഇരിക്കുള്ളൂ. ഇനി നമുക്ക് ഗ്ലാസ് തുടയ്ക്കണം. മറ്റേ സ്പ്രേ ഉണ്ടല്ലോ,
അതൊക്കെ ഒന്ന് മേടിച്ച് തുടച്ച് നോക്കാം, ചിലപ്പോൾ റെഡി ആയാലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. ആഹാ, എന്താ ഒരു സമാധാനം. അടുക്കള ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ സമാധാനമല്ലേ. അല്ലെങ്കിൽ പിന്നെ വന്ന് കഴിയുമ്പോൾ റെഡി ആക്കണമെങ്കിൽ നമുക്ക് ഭയങ്കര മൂകതയായിരിക്കും കേട്ടോ. എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ അതാ നമുക്ക് ചായ കുടിക്കാം. പുട്ട് കടലക്കറി എടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് ചായ കുടിക്കണം. ഞാൻ ചായ വെച്ചിട്ടുണ്ടാവും. ഞാൻ ആദ്യം കട്ടനാണ് കുടിച്ചത്. നിച്ചുക്കുട്ടന് പാല് തിളപ്പിച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് ചായ എടുത്തിട്ടുണ്ട്. കാപ്പി കണ്ട് എടുത്താണ്. ബ്രൂ കോഫിയിലെ ബ്രൂവോ നെസ്കഫിയോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ടുണ്ടാവും. ഞാൻ കുഞ്ഞു കുഞ്ഞു പാക്കറ്റ് 2 രൂപയുടെ ചെറിയ ചെറിയ പാക്കറ്റ് മേടിച്ച് വെക്കാറുണ്ട് പതിവ്. വലിയ ബോട്ടിലൊന്നും മേടിച്ച് വെക്കാനുള്ള സാമ്പത്തിക സ്ഥിതി നമ്മളെ കൊണ്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ചെറുതരം കവർ മറ്റേ പാക്കിൽ വന്നില്ല, അതാണ്ട് കൂടുതലും മേടിക്കണേ. അപ്പോൾ അതങ്ങനെ പുട്ടും കടലയും ചായയൊക്കെ എടുത്തു കൊടുന്ന് വന്നതിന് ശേഷം ഞാൻ ചായ കുടിക്കുവാണെങ്കിൽ സമാധാനത്തോടെ ഇരുന്നൊരു ചായ കൂടി ഉണ്ടല്ലോ. എന്താ ഫീല്, അടിപൊളി ഫീലാണ് കേട്ടോ അത്. അപ്പോൾ അതങ്ങനെ ഇനി ചായക്കാൻ കുടിക്കുക. നമ്മുടെ ഏകദേശം മോർണിംഗ് റൊട്ടീൻ്റെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആവാൻ പോവുകയാണ്. ഇനി എനിക്ക് ചായ കുടിക്കണം. പിന്നെ എനിക്കൊന്ന് അടിച്ചൊരു കഴിഞ്ഞ് തുടയ്ക്ക്, അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.